അപ്പോൾ നമ്മൾ 5-6 വർഷമായിട്ട് മീൻ കുഞ്ഞുങ്ങളൊക്കെ വിട്ടുകൊണ്ടുവന്ന ഫ്രിഡ്ജ് ബോസ് അടുത്ത് വർഷം തീർന്നൊരു പഴക്കം കയറുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഫ്രിഡ്ജ് ബോസ് കേടായി തുടങ്ങിയിട്ട് മീനിൻ്റെ വെള്ളം നിൽക്കുന്നില്ല. നമുക്ക് ഇതിനെല്ലാം നമുക്ക് ബയോ ടാങ്കിലേക്ക് മാറ്റാട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റിയെന്ന് കാണിക്കാം. മഴ അറിഞ്ഞ് നല്ല വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിൽ നമ്മൾ വലയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, മീൻ ചാടിപ്പോയിരിക്കാൻ വേണ്ടി. അപ്പോൾ മീൻ ചാടാതെ നമുക്ക് സേഫായിട്ട് വെള്ളം കുറയ്ക്കാൻ പറ്റും കേട്ടോ. മൊത്തം തുരുമ്പ് എടുക്കണല്ലേ, മൊത്തം പോയട്ടോ അല്ലേ. കുറേ ആയിട്ടോ, ഒരു 6-7 വർഷമായിട്ടോ നമ്മൾ ഇതിനകത്താണ് മീൻ വളർത്തണേ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എവിടെ ചോർച്ച ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-20 ഗൗരയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അക്വേറിയം ഗൗരിയാണേ, മറ്റേ ജെയിഞ്ചലാട്ടോ, നമ്മുടെ നോർമൽ അക്വേറിയം ഗൗരിയാണേ. നമുക്ക് പിന്നെ ഓരോന്നോരോന്നിനെ പിടിച്ച് മാറ്റാട്ടോ. ഡ്രിഫ്റ്റ് ഔട്ട് ഇറക്കിയിട്ടുണ്ട്, പായലുണ്ട്, അതുപോലെ ഓസുണ്ട്, കല്ലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. മാത്രമല്ല നമ്മൾ ഇതിനകത്ത് നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് വെള്ളം സെറ്റാക്കി വെച്ചാണ്. അതിനകത്ത് കുറച്ച് നാൾ ഗപ്പിനെ നമ്മൾ വളർത്തി അതിനകത്തേക്കാണ് നമ്മൾ ഗൗരവം ഇടാൻ പോണേ. അപ്പം മഴ കാരണം മീനൊക്കെ വളർത്തുന്ന എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. ഒരുപാട് തണുപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മോളി പോലത്തെ മീനൊക്കെ ചത്തുകൂട്ടും. അപ്പോൾ അതിനൊക്കെ നിങ്ങളാണെങ്കിൽ പുറത്താണെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. പിന്നെ ബാക്കിയുള്ള മീനുകൾക്കൊക്കെ ഇതുപോലെ വലയൊക്കെ ഇട്ട് മുകളിൽ എന്തെങ്കിലുമൊക്കെ അടച്ചു വയ്ക്കുക. വേര് കയറാനുള്ള സ്ഥലം മാത്രം തൽക്കാലം വിടുക. കാരണം ഒരുപാട് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വാട്ടർ ചേഞ്ച് എത്രത്തോളം പറ്റിയെന്ന് ചിലപ്പോൾ വരുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ ഇതുപോലെ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും പ്ലാന്റ് ആയിട്ടുള്ള വീഡിയോയൊക്കെ ആയിട്ട് നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.